കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ വ്യാപാര സംരക്ഷണ സന്ദേശയാത്രയ്ക്ക് ഏറ്റുമാനൂരിൽ സ്വീകരണം നൽകി. പ്രതിസന്ധി നേരിടുന്ന വ്യാപാര മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാര വ്യവസായ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ES ബിജുവിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും ജനുവരി 13 ആരംഭിച്ച യാത്രയാണ് ബുധനാഴ്ച ഏറ്റുമാനൂരിലെത്തിയത്. സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും വാദ്യമേളങ്ങളുടെയും ഗിരിടം പറവിയുടെയും അമ്മൻകൂടത്തിന്റെയും അകമ്പടിയോടെയാണ് വരവേൽപ്പ് നൽകിയത്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ ബാബു ജോർജ് അധ്യക്ഷനായിരുന്നു. ജാഥ ക്യാപ്റ്റൻ ES ബിജു കേരളത്തിലെ വ്യാപാര മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ വിശദീകരിച്ചു. വ്യാപാര രംഗത്ത് വിദേശ പ്രത്യക്ഷ നിക്ഷേപം പൂർണ്ണമായും ഒഴിവാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നത് ഈ ജാഥയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്. GSTയിലെ അപാകതകൾ പരിഹരിക്കണമെന്നത് ജാഥയുടെ മറ്റൊരു ആവശ്യമാണ്. കെട്ടിട വാടകയ്ക്കുമേൽ 18% അധിക നികുതി ഏർപ്പെടുത്താനുള്ള തീരുമാനം പൂർണ്ണമായും പിൻവലിക്കണമെന്നത് ജാഥയുടെ മുദ്രാവാക്യമാണ്. വിലക്കയറ്റം തടയണമെന്നത് ജാഥയുടെ ആവശ്യമാണ്. ഈ മാന്ദ്യകാലത്ത് വ്യാപാര മേഖലയ്ക്ക് ഉണർവുണ്ടാകാൻ ഒരു മാന്ദ്യവിരുദ്ധ പാക്കേജ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച് വ്യാപാരികളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നത് ഈ ജാഥയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്. സമ്മേളനത്തിൽ CPIM ജില്ലാ സെക്രട്ടറി അംഗം KN വേണുഗോപാൽ, ജയപ്രകാശ്, MS സാനു, സമിതി ജില്ലാ പ്രസിഡന്റ് ഔസേപ്പച്ചൻ തകടിയേൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൽ സലീം, അന്നമ്മരാജു, ഏരിയ പ്രസിഡന്റ് TJ മാത്യു, ഏരിയ സെക്രട്ടറി MK സുഗതൻ, ജില്ലാ കമ്മിറ്റി അംഗം സന്തോഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. വ്യാപാര സംരക്ഷണ ജാഥ ജനുവരി 25 തിരുവനന്തപുരത്ത് സമാപിക്കും. ഫെബ്രുവരി 13 നടത്തുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായാണ് വ്യാപാരി സംരക്ഷണ സന്ദേശയാത്ര നടക്കുന്നത്.